ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ 100 മടങ്ങ്. മത്തായി 19:27 വായിക്കുന്നത്, പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അതെ, സകലവും ഉപേക്ഷിച്ച ശിഷ്യന്മാർ കേവലം പടകും വലയും കർത്താവിനെ പ്രതി പത്രോസ് വിട്ടു. അന്നത്തെ ഗവൺമെൻറ് ജോലി വിട്ടവരുണ്ട്. എന്നാൽ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് പത്രോസ് ചോദിക്കുകയാണ്, സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിലവിലുണ്ടായിരുന്ന തൊഴിൽ വിട്ടതിന് ശേഷം സാമ്പത്തികമായി എന്തെങ്കിലും മെച്ചം ഉണ്ടായോ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പം എന്താണ് മറുപടി പറയുന്നത്? വർഷം പലത് കഴിഞ്ഞിട്ടും ഒരു ഭൗതിക അനുഗ്രഹവും ലഭിക്കുന്ന ലക്ഷണം കാണുന്നില്ല. അങ്ങനെ വന്നപ്പം സഹിയത്ത് പത്രോസ് ചോദിക്കുകയാണ് 27-ാം വാക്യത്തിൽ, അതായത് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുകയാണ്. വലിയ ബംഗ്ലാവോ കോടിക്കണക്കിന് രൂപയോ വലിയ വാഹനമോ ഒന്നും നൽകാമെന്നോ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടില്ല. യേശുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുതുലോകത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരു വലിയ പദവിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. ഈ പറയുന്ന നിമിഷം യാതൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. സാമ്പത്തികമായി കോടികൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് യേശു വാഗ്ദാനം ചെയ്ത് അധികാരം അതായത് ദൈവം കൊടുക്കുന്നത്. യേശു കർത്താവിനോട് ഒന്നിച്ച് സിംഹാസനത്തിൽ ഇരിക്കുക. നമ്മൾ വെളിപ്പാട് 3:21 വായിക്കുന്നത് ഇങ്ങനെയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു, എൻ്റെ പിതാവിനോടുകൂടെ അവൻ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അതെ, സ്തോത്രം, ഹല്ലേലൂയ. അതെ, അപ്പം ഇത് വലിയ കാര്യമാണ്. അതെ, യേശു പറയുന്നത്, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെ എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ദൈവമക്കളെ, നമുക്ക് ഇതാഗ്രഹിക്കാം, 100 മടങ്ങ് ലഭിക്കുന്ന അനുഭവത്തിലേക്ക്, അത് സ്തോത്രം, ആ പ്രത്യാശയിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.